ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പോയം ദ കളേഴ്സ് ഓഫ് എർത്ത് ഭൂമിയുടെ നിറങ്ങൾ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമാജിൻ എ വേൾഡ് ഇൻ ജസ്റ്റ് വൺ കളർ, ക്വൈറ്റ് ബോറിംഗ് ഇസ്ൻറ്റ് ഇറ്റ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു നിറം മാത്രമുള്ള ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അത് മങ്ങിയതും നിർജീവവുമാണ്. പക്ഷെ നമ്മുടെ ലോകം പല നിറങ്ങളാൽ പ്രകാശപൂരിതവും മനോഹരവുമാണ്. ഓരോ നിറവും ലോകത്തെ കൂടുതൽ രസകരവും ആവേശകരവുമാക്കുന്നു. നിറങ്ങൾ പോലെ ആളുകളും വ്യത്യസ്തരാണ്. നമുക്ക് നിരവധി സംസ്കാരങ്ങളും വസ്ത്രങ്ങളും ഭാഷകളുമുണ്ട്. ഓരോ സംസ്കാരത്തിനും അതിൻ്റെതായ പ്രത്യേക സൗന്ദര്യമുണ്ട്. ഈ വ്യത്യാസങ്ങൾ ജീവിതത്തെ കൂടുതൽ രസകരമാക്കുന്നു. നമ്മൾ പരസ്പരം പങ്കിടുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ശക്തരാകുന്നു. ലോകം പല ആളുകളാൽ നിർമ്മിതമായ ഒരു മഴവില്ലു പോലെയാണ്. നമുക്ക് എല്ലാ നിറങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കാം. Let's think about a world with only one color. It would look dull and lifeless. But our world is bright and beautiful with many colors. Each color makes the world more fun and exciting. Just like colors, people are different too. We have many cultures, clothes, and languages. Every culture has its own special beauty. These differences make life more interesting. When we share and learn from each other, we become stronger. The world is like a rainbow made of people. Let's celebrate every color and every culture with joy. The colors of earth. ഭൂമിയുടെ നിറങ്ങൾ. We are made of the colors of earth. Each color is different. Each color is true. We are made of the colors of earth. I love the colors that made you. എന്താ പറഞ്ഞിരിക്കുന്നത്? നാം ഭൂമിയുടെ നിറങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ നിറവും വ്യത്യസ്തവും യഥാർത്ഥവുമാണ്. നാം ഭൂമിയുടെ നിറങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളെ സൃഷ്ടിച്ച നിറങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അടുത്ത വരി നോക്കാം. When I look in the eyes of my friends, I can see tops, I can see sky, the green and the grey of the sea rolling by, and the dazzling brown river in the morning. എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ കൂട്ടുകാരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വജ്രക്കല്ലുകൾ കാണാം, എനിക്ക് ആകാശം കാണാം, കടലിൻ്റെ പച്ചയും ചാരനിറവും ഒത്തുചേരുന്നതും കാണാം, രാവിലെ തിളങ്ങുന്ന തവിട്ട് നിറത്തിലുള്ള നദിയും കാണാം. When I look at the hands of my friends, I can see chestnut, I can see corn, the color of wheat and a dapple brown fawn, and the sun kiss black trees in the morning. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ കൂട്ടുകാരുടെ കൈകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ചെസ്റ്റ്നട്ട് കാണാം, എനിക്ക് ധാന്യക്കതിർ കാണാം, ഗോതമ്പിൻ്റെയും തവിട്ട് പുള്ളിമാൻ കുട്ടിയുടെയും നിറങ്ങൾ കാണാം, രാവിലെ സൂര്യപ്രകാശം ചുംബിക്കുന്ന ഇരുണ്ട മരങ്ങളും കാണാം. Tell me the names of the colors of earth, the purple of eggplant, the orange of peach, the green and the black of the stone on the beach, and the sun on the mountain in the morning. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂമിയുടെ നിറങ്ങളുടെ പേരുകൾ പറയാമോ? എഗ് പ്ലാന്റിൻ്റെ പർപ്പിൾ, പീച്ച് പഴത്തിൻ്റെ ഓറഞ്ച് നിറം, കടൽ തീരത്തെ കല്ലുകളുടെ പച്ചയും കറുപ്പും, രാവിലെ മലമുകളിലെ സൂര്യൻ്റെ നിറവും. നെക്സ്റ്റ്, തീം ഓഫ് ദ പോയം. The poem The Colors of Earth by Sarah Peter is a beautiful song that celebrates the many colors found in people and nature. The poet says that we are all made of Earth's colors and each color is special and true. She talks about the colors in her friends' eyes and hands, showing how nature and people are connected. The poem mentions lovely nature images like sea, sky, sea, rivers, trees, and fruits. These images show the beauty in all people. The poem teaches us to love and respect all colors and all people.
The words are soft and full of feeling. It gives a strong message of unity, peace and joy. ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന പാഠഭാഗം മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പാഠത്തെ ആക്ടിവിറ്റിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ മക്കളെ.